ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേരാണ് സർവൈവ് ദ ഡൈസ്റ്റേഴ്സ് ഓബി. സോറി. അപ്പം നമുക്ക് റൗണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ഈ പെണ്ണിൻ 5% ഇത് വയ്ക്കാൻ പറ്റൂല. അപ്പൊ എന്തായാലും ബൈ. ഒരു മുട്ട പൊട്ടിച്ചു. കോമണാണ് ഗൈസ്, നമുക്ക് മുട്ട ഇട്ടിരിക്കുന്നത്. ഓക്കെ, പെറ്റ്സില് പുട്ടമാണ്. വി ആർ ദ ബെസ്റ്റ്. അയ്യോ, ഇപ്പൊ ഒന്നും കൊടുക്കാൻ പറ്റൂലേ? നമുക്ക് ഈ വന്ന് അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് ആഡ് കണ്ടേ പറ്റൂ. കാര്യമെന്ന് പറഞ്ഞാ അവര് എന്തൊക്കെ കാണിച്ചെനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ആഡ് കൊടുത്ത്. Coins. എന്ത് റൗണ്ട്? സ്റ്റാർട്ട് ദ റൗണ്ട് അവിടെ ഇരുന്ന്. നമുക്ക് അപ്പോഴത്തേക്ക് ഒരു ട്രയൽ എടുക്കാം ഗൈസ്. നമ്മളതിൽ 2 രൂപയുള്ളൂ. ഓക്കെ ഗൈസ്, 2 രൂപയുള്ളൂ. നമുക്ക് പോവാം. ട്രയലൊന്നും എടുക്കണ്ട, നമുക്കിപ്പം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മളപ്പോൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളിച്ചു തുടങ്ങാം. നമ്മൾ മാക്സിമം പൊക്കത്ത് കയറാം. എല്ലാവരും ഈ വീടാണ് ഗൈസ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗൈസ് നമുക്ക് നോ, സഹാറ മരുഭൂമിയിലാണ് ഗൈസ് എത്തിപ്പെട്ടിരിക്കുന്നത്. 4 പീപ്പിൾസ്. ഓക്കെ ഗൈസ്, കണ്ടിന്യൂ പ്ലേയിങ് കൊടുക്കാം ഗൈസ്. അതിനിടയ്ക്ക് എൻ്റെ ഫോൺ ലാഗ് ആവുകൊണ്ട് അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം മണ്ടേ കയറിയാ. ഗൈസ്, ഇതായിരുന്നു പെട്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ മണ്ടേ കയറി നിൽക്കാം. ഞാനൊരു കില്ലാടിയാണ്. എന്തു പറ്റി? നമ്മള് ചാവാതെ ഇതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ഇതിനെ പറ്റിച്ചിരിക്കുക. അതിപ്പോൾ ഇങ്ങോട്ട് വരും ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് പോവും. വിക്ടറിയാണ് ഗൈസ്. ഞാൻ ജയിച്ചു. അങ്ങനെ ഞാൻ ജയിച്ചു ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ലെവല് കളിക്കാം. ഞാൻ ജയിച്ചു അവസാനം. നെക്സ്റ്റ് ലെവലെന്ന് കളിച്ചു നോക്കാം. ഓക്കെ, ഡൈസ്റ്റർ ട്രൂത്ത് ഡബിൾ ഡൈസ്റ്ററാ. നമുക്ക് എൻ്റെ മണ്ടേ കയറാം. ഇത്ര പോളോ? എന്തിനാണ് വരാൻ പോണേന്നും കൂടെ നോക്കിയിട്ട് ഡബിൾ ഡൈസ്റ്റർ കയറിയാ പോലെ. ഇതാണ് ഗൈസ്. അടുത്ത തിരമാല വരണോ? ഇല്ല, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഈ ലെവലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഈ ലെവലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ലെവല് പോവാം. നമ്മൾ അടുത്ത ലെവല് ലോഡാവുന്ന ആസിഡ് ട്രെയിൻ ആണ് ഗൈസ്. ഷെൽട്ടർ. ഈ എൻ്റെ വാക്ക് ഓട്ടോമാറ്റിക്കലി ഓടിപ്പോണു. സ്റ്റാർട്ട്. നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കാം. എല്ലാവരും ചെയ്യും. ഗൈസ്, ടിമ്മിയർ
ചീറ്റർ യു ഫണ്ണി ബണ്ണി. അതൊക്കെ പൈസ നമുക്ക് അടുത്ത കളിയിൽ പേര് കൊടുക്കാൻ പറ്റുമോ? സെൻസിറ്റിവിറ്റി ഇച്ചിരി കൂട്ടിയിട്ടിരിക്കാം. ആസിഡ് റെയിൻ കഴിഞ്ഞില്ല ഗൈസ്, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഡെഡാണല്ലേ? അയ്യോ നമ്മള് കൊറേ ഇവിടെ കുറച്ച് പ്ലെയേഴ്സൊക്കെ ഉള്ളൂ ഗൈസ്, അതാണ് പ്രശ്നം. ഇപ്പം ഇവനെ ആര് ഈ മൂഞ്ചി വിളിച്ചോണ്ടിരിക്കും? പോടാ വീട്ടിൽ പോടാ. ഓ ഇവനാണല്ലേ ചീറ്റർ, എൻ്റെ മോന്ത കണ്ടാലും അറിയാം ചീറ്റർ. അപ്പം അമ്മക്ക് ഇതിന് മഴയൊക്കെ കൊണ്ട് കിടക്കാം ഗൈസ്. ചീറ്റർ ആകെ 4 സെക്കൻഡ് ഉള്ളായിരുന്നു. യെസ്, നെക്സ്റ്റ് ലെവൽ കളിക്കാം ഗൈസ്. നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകണം. ഈ വെയിറ്റും കാര്യങ്ങളൊന്നും ചെയ്യാല്ല. അടുത്ത എന്തിന് സുനാമി ത്രൂത്താ? അയ്യോ സുനാമിയാണ്. അമ്മേ നടക്കൂല, ചത്ത്. എൻ്റെ അകത്ത് എങ്ങനെ ഗൈസ് എൻ്റെ സ്ക്രീൻ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഓക്കെ എന്നെ കൊണ്ടുപോയി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മള് ചാവും. ചത്ത് ഗൈസ്, ചത്ത്. ഓക്കെ ഗൈസ്, നമ്മള് ഡിഫീറ്റ് ആയി പോയി. പക്ഷേ നമ്മൾ കളിച്ച് നെക്സ്റ്റ് ലെവൽ നോക്കാം ഗൈസ്. ഒരു തവണയും കൂടെ നമുക്ക് നോക്കാം. കാര്യം എന്ന് പറഞ്ഞ അയ്യോ ഇത്തവണ ലാവായിരുന്ന. എനിക്ക് നല്ല കൺട്രോൾ കിട്ടണില്ല. ലാവാ സുനാമി എവിടെ? ഞാനേ ഗൈസ് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഏറ്റവും മണ്ടേ പോയിന്ന് വ്യൂ ആസ്വദിക്കുക. ഇത് ഒരു വലിയ ടവറാണ്, ഇതിനെ മുക്കി എടുത്തോണ്ട് പോണത്. ഇതിലോട്ട് ചാടിച്ചത്താലും വേണ്ട ഗൈസ്. ഇല്ല, നമ്മളെ ഏറ്റവും ടോപ്പിലെത്തി. അയ്യോ അത് എന്റെ കൈയെട്ടി നൈസിനങ്ങ് പോയേണ്. ചമ്മല്. നമുക്ക് ആ ലെവല് കിട്ടൂല. ഇനി വേറെ ഏതെങ്കിലും ലെവല് കളിക്കാൻ കഴിയും. അത് ഞാൻ നൈസിന് പോയാണ്. ഇനി എന്തരാണ് വരാൻ പോണ? മെറ്റോർ ഷവർ ത്രൂത്ത് ടവർ കയറാം. എല്ലാരും ഇവരെ നമ്മക്ക് പോയിട്ടേ ടവർ കയറിയാലും എന്തൊരു സാധനം നോക്കാം. വേണ്ട ടവർ കയറണ്ട. ഞാൻ എന്നോണ്ട് ഇരിക്കുക. അതാണ്, ഞാനാണ് ഇവിടത്തെ മന്ത്രി. പെട്ട് പെട്ടില്ലേ? അയ്യോ ഇതെന്തോന്ന് പറ്റി? നമുക്ക് പോവല്ലേ, എൻ്റെ അത് പോവല്ലേ? ഇതൊന്നുമില്ലേ പട്ടി കടിക്കല്ലേ കൂട്ടുകാരി നമ്മൾ. അയ്യോ എൻ്റെ മണ്ടേ കയറിയല്ലേ ഇരിക്കുക. അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ആരോഗ്യത്തിന് നല്ലത് അതാണ്. യെസ്, അടുത്ത നമുക്ക് താടിയൊക്കെ ഉണ്ട് യെസ്. കണ്ട ഈ നിക്ക് നൈസ് നിക്ക് റെഡ് പേര്
നമുക്കതിന്റെ മണ്ടേ. യെസ് ഗൈസ്, അങ്ങനെ ഈ റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത റൗണ്ട് കളിക്കാം. ലെറ്റ്സ് ഗോ. അയ്യോ, ഇതൊക്കെ ഇന്ന് കരയുന്നു ഗൈസ്. ഇന്നില്ല മോനെ കരയണേ. അടുത്ത എന്തിനാണ് വരാൻ പോണേന്ന്? ടോക്സിക് ഫോഗ്. ഗൈസ്, എനിക്ക് കൺട്രോൾ തെറ്റിപ്പോണു. എന്റെ കൺട്രോൾ എന്നെ ഞാനല്ല സത്യം പറഞ്ഞ കൺട്രോൾ ചെയ്യുന്ന. എവിടെ വഴി എവിടെ? ഓക്കെ, അത് എനിക്ക് എന്റെ ഗൈസ്, അത് എന്റെ കൺട്രോൾ വരുന്നില്ല. എന്റെ ഫോണിനെന്തോ പറ്റി. സത്യം പറഞ്ഞാൽ എന്റെ കൺട്രോൾ വരുന്നില്ല. ഞാൻ പോണ വഴിക്കൊന്നും അല്ല അത് പോണ. ഇനി എന്തോന്നാണാവോ? ആസിഡ് റെയിൻ. അയ്യ, സിമ്പിള് കളിക്കണ്ട. എന്തിന് ഞാൻ അവിടെ ഇരിക്കണം? നമുക്ക് ഹഹായി ഉണ്ട് തവണ. നമുക്ക് 2 പ്ലെയർ അലക്സേഷൻ മൂഡ് 13 ഓഫ് ഹെൽത്ത് ഫ്രം ആൾ പ്ലെയേഴ്സ്. ബസ്മുള്ള കാര്യമാണ്. യെസ്, വെയിറ്റ്. എൻ്റെ തട്ടുമ്പുറത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എവിടെ നിന്ന് മഴയും കൊണ്ടൊക്കെ ആസ്വദിച്ചിരിക്കുക. അയ്യോ, ആസ്വദിച്ചിരി അതോട്ട് കയറാം. നമുക്കിതിൻ്റെ മണ്ടേ ഗായ്സ്. ഞാൻ വെളിയിലത്തെ ആസിഡ് റെയിൻ കാണിച്ചു തരാം. ഹോയ് ഹോയ്, ഇതാണ് നമ്മളെ വെളി സൈഡ്. കണ്ട, നമുക്കിവിടെ നിൽക്കാം. ഇത് നമ്മളെ വിറ്ററിയാവുന്നതാണ് ഗൈസ് തോന്നുന്നത്. ഇവിടെ തന്നെ നിൽക്കാം. അയ്യോ, ഞാൻ ചില ആളുകളിലൊക്കെ ജയിച്ചിട്ടുള്ളൂ ഗൈസ്. കപ്പടിക്കാൻ ഇനി ഇത്രയും നിമിഷങ്ങൾ ബാക്കി. ഓൾറെഡി ലിറ്റിൽ ലോങ്ങർ. ഓക്കെ, വിക്ടറി അടിച്ച് ഗൈസ്. അപ്പം നമുക്ക് ഇത്തവണ നമുക്ക് ഒരു ആഡ് കണ്ട് സാധനം എടുക്കാം. നെക്സ്റ്റ് ലെവൽ ഡബിൾ ഡേസ്റ്റർ ആണ്. ഡബിൾ ഡേസ്റ്റർ ട്രൂത്ത്. അപ്പം ഈ എൻ്റെ കൺട്രോള് വിട്ടു പോയാൽ എനിക്ക് ദേഷ്യം വരും. പറഞ്ഞനുസരിക്കുന്ന കൂടുതലും മണ്ടേ കയറണ്ട. ഇതുപോലത്തെ സാധനങ്ങളായിരിക്കും. ഇത് സിമ്പിളാണ് ഗൈസ്. അവിടെ ഒരാൾ നിൽക്കുന്നില്ലേ? നമുക്ക് അന്ന് വെളിയിലെല്ലാം പോയൊന്ന് നോക്കിയിട്ട് വന്നാലേ. ചുമ്മാ രസം. പിന്നെ ചേച്ചി അത് കയറിപ്പോ, ഇവിടെ അയക്കണ്ട. അയ്യോ, ഇതെന്ന് തോന്നുന്നു. ഇത് ഒരു സൈഡിൽ നിന്ന് വിളിക്കഴിഞ്ഞു. നമുക്കാണെങ്കിൽ ഇതിൻ്റെ മണ്ടേ കയറി. എനിക്കാണെങ്കിൽ പിന്നെ മണ്ടേ വേടിയില്ലേ. ഇവിടെ നിന്ന് ഒരു ചാട്ടം നേരെ ചാടിക്കയറണം കുഴിയിൽ. അതാണ് എനിക്ക് വേണ്ടത്. അതെനിക്ക് വേണം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എടുത്തൊരു ചാട്ടം കൊടുത്താൽ എവിടെ നിന്നാലും നമ്മള് ആവുന്നില്ല. ഇതിൻ്റെ അകത്തും വീഴും കേട്ടോ. കേറ്. എൻ്റെ കൺട്രോളിലല്ല ചാടണ്ടേ ഇരുന്ന്. ഗായ്സ്, സമയാണ്. ടോക്സിക് ഫോഗ്. എല്ലാണ്ണത്തിന്റെ കൂടെ എടാ എന്നെയും കൊണ്ടുപോടാ. എടാ പ്ലീസ് എടാ, അനിയനെ പോലെ കാണാടാ എന്നെയും കൂടാ.
ചത്ത്. ഓക്കെ എക്സിറ്റ് ചെയ്യണ്ട അവിടെ സ്പ്രക്രറ്റിംഗ് ഒക്കെ. ഓക്കെ ഗൈസ് എനിക്ക് എന്റെ കൺട്രോള് പോണു ഗൈസ്. അതാണ് ഇത്തവണ നല്ല പ്രോ ആയിട്ട്. അടുത്ത ഗെയിമിംഗ് വീഡിയോ എന്തിനു വേണോ നിങ്ങൾ സ്കിൽ വാഷിന്റെ ബാക്കി പറഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ തവണത്തെ ബോറായി തോന്നി. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇടാത്ത. അടുത്തവണ എന്തിനു വേണോ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. നമുക്ക് അടുത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ റോബ്ലോക്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മോഡലായ അതെല്ലാം കളിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം? അത് പറയാം കേട്ടോ. ഓക്കെ നമുക്ക് അതിടാം. അതുമല്ല ഇവനല്ലേ പ്ലെയർ റേക്ട് നിക് നെയിം. നിനക്കെന്ത് പറ്റി? നമുക്കതിന് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റൂല കേട്ടോ. അതൊരു പ്രശ്നമാണ്. ഞാനാണ് റേറ്റ് യു നിക് നെയിം. നമുക്ക് പോവാം ഗൈസ്. ഇതെന്തുവാ സാധനം? അയ്യോ വേണ്ട. വെളിയിൽ ഉൽക്കല്ല ഉന്നക്ക ഗൈസ്. വെളിയിൽ ഭയങ്കര ഉന്നക്ക. നമുക്ക് ഓടിപ്പോയാ അതിങ്ങ എടുത്തിട്ട് വന്നാലോ. അയ്യോ ഓടുന്നതൊക്കെ കണ്ടാ പിന്നെ അടി ഓടിക്കണം. നമുക്ക് അതും കൂടെ പോയി എടുത്തിട്ട് ഇതെന്തോന്നു? അതാണ് പറഞ്ഞേ. ഇപ്പൊ ഇതുപോലുള്ള ഒരു സാഹചര്യം വന്നാ നമ്മൾ പെടും. എന്റെ കയ്യിന്ന് കൺട്രോൾ പോകുന്നുണ്ട്. അടുത്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞ ഒരു പൂച്ചയും ആയിട്ടുള്ള ഗെയിമാണ്. പൂച്ച ഒരു അമ്മൂമ്മയെ ഉപദ്രവിക്കുന്ന ഒരു ഗെയിമാണ്. അത് നമുക്ക് അപ്പം കളിക്കാം. ഇത് അടുത്തവണ ഉദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് നിങ്ങൾ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ ഓടാം. നമുക്ക് നമ്മളെ ഈ ക്യാമറ ആംഗിള് തെറ്റിപ്പോണ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പോട്ട് ചുഴലിക്കാറ്റാണ്. ഇത്ര ഒരു ചെറിയ ചുഴലിക്കാറ്റ് എനിക്ക് കേറാനുള്ള ഇനി കാര്യം ഞാൻ തോറ്റ്. ഈ ഇടയ്ക്ക് കൺട്രോൾ കിട്ടാത്ത ഭയങ്കര കഷ്ടമാണ് ഗൈസ്. കൺട്രോൾ കിട്ടാത്ത ഭയങ്കര കഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ത്രൂഡ് റെയിൻ ആസിഡ് എങ്കിലും വീട്ടിൽ കയറിയിരിക്കുക. ഈ പെട്ടികളുണ്ടെ കയറിയിരിക്കുക. ഇതെന്തിട്ട് പിന്നെ വീട് പണിത് വെച്ചിരിക്കണം. മേഘം അവിടെ മാത്രമേ വൈകൂ. എനിക്ക് വൈകൂ. നമുക്ക് ആ ടവർ പോയി എന്നറിയാം. കണ്ടാ എന്റെ അടുത്ത് വന്നു ഗൈസ്. ഒരു റൗണ്ട് കൂടെ കളിച്ച് നമുക്ക് പോവാം ഗൈസ്. അതാണ് നല്ലത്. എന്റെ അടുത്ത് വന്നാൽ ഞാൻ ചാടി രക്ഷപ്പെടും. വരുന്നില്ല. നമുക്ക് ഇതിന്റെ മണ്ടേ കയറി അവിടെ നിന്ന് ഇതിന്റെ മണ്ടേ കയറാം. അവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോവാം. ഇത് നടക്കും. ഇതെന്തോ നമുക്ക് ഇതിൽ കയറാൻ പറ്റുമോ? ഇല്ല, ഞാൻ വിചാരിച്ച അതിൽ കൂടെ കയറാൻ പറ്റുമോ. അടിപൊളി. ലിറ്റിൽ ആ ഗ്ലിച്ചാണ് ഗൈസ്. അതൊരു ഗ്ലിച്ചാണ്. അങ്ങനെ നമുക്കൊരു ടവർ കയറാൻ പറ്റുമോ നോക്കിയല്ല ഗൈസ്. നോക്കാം. അടുത്ത ലെവലിൽ ടവർ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ആസിഡ് റെയിൻ ആയിരിക്കും ഗൈസ്. ഫ്ലഡാ. അപ്പൊ മാക്സിമം പൊക്കപ്പുറത്തോട്ട് കയറാനാണ് പറയുന്നത്. ഡെവിൾ എന്ന് പറയുന്ന ഒരു പ്ലെയർ
പ്ലെയർ അങ്ങോട്ട് വലി പെട്ട്. ഫ്ലഡ് ഈ കൺട്രോൾ ഇട്ടിട്ട് കൺട്രോൾ കിട്ടി. അതുകൊണ്ട് കൺട്രോളിക്ക് ചത്ത് നമ്മള്. ഓക്കെ, അങ്ങനെ നമ്മള് ഡെഡ് ആയിട്ടുണ്ട്. നമ്മള് അങ്ങനെ ഡെഡ് ആയിട്ടുണ്ട്. ഇനി ഡിഫീറ്റ്. ഓക്കെ, താങ്ക് യു. റാങ്ക് 7 ആണ്. അപ്പൊ 8 പ്ലേയേഴ്സ് ആയിട്ടും ഇല്ലായിരുന്നു. 8 പ്ലേയേഴ്സ് ആയിട്ടും ഇല്ലായിരുന്നു. 8 പ്ലേയേഴ്സ് ആയിട്ടുള്ളായിരുന്നു. നമുക്ക് ഒന്നും കൂടെ കളിക്കാം ഗൈസ്. നെക്സ്റ്റ് ലെവൽ ഗൈസ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നിർത്തുന്നതായിരിക്കും, വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ടോക്സിക് ആണ്. എനിക്ക് ഈ ദേഷ്യം വരുന്ന ഗൈസ്. ഇതിലെപ്പോഴും ഞാൻ തോക്കുന്നു. ഇതിന്റെ മണ്ടയ്ക്ക് എറിയുന്നിട്ട് ഹാക്കർ ഓ ഗൈസ്, നമ്മള് ഡെഡാണ്. ഡെഡാവല്ലേ. ഓക്കെ ഗൈസ്, അപ്പം അടുത്ത ഒരു റൗണ്ടും കൂടെ ജയിച്ചിട്ട് നമുക്ക് പോവാം ഗൈസ്. എന്തായാലും തോറ്റ്. അടുത്ത ഒരു റൗണ്ടും കൂടെ ജയിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഡബിൾ ടേസ്റ്റർ ആണ്. നമുക്ക് അയ്യോ ലാഗുണ്ട്. ഇതായിരുന്ന എന്റെ അടിക്കാറ് ചാടി. ഓക്കെ, ചത്തിട്ടുണ്ട്. ഇങ്ങനെ അതായിരുന്ന. അയ്യോ, അതിനു മുമ്പ് ആരൊക്കെ വലിഞ്ഞേർന്ന. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേരാണ് സർവൈവ് ദ ഡൈസ്റ്റേഴ്സ് ഹോബി. സോറി. അപ്പം നമുക്ക് റൗണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് എന്തായാലും ആശ കഴിഞ്ഞാൽ ഇച്ചിരി സമയം എടുക്കും. ഒരു മുട്ട പൊട്ടിച്ചു.